നാൻസി റാണി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് നടി അഹാന ചിത്രത്തിന്റെ പ്രമോഷനുമായി സഹകരിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് താരം ഇപ്പോൾ. നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകനായ മനുവും ഭാര്യ നൈനയും എനിക്ക് പരിചയമുള്ള മറ്റ് 2 വ്യക്തികളോടും ഞാൻ ലഹരിക്കടിമയാണെന്നുള്ള നുണ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഈ നുണക്കഥ അവർ അപ്പോൾ നിരവധി പേരോട് പറയുന്നുണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞത് ഞാൻ ഇത് മനുവിനോട് സംസാരിക്കണമെന്നും അവൻ്റെ ഉദ്ദേശ്യം എന്താണെന്നും ചോദിക്കണമെന്നുമാണ്. 2023 ജനുവരി 26 ഞാൻ മനുവിനെ ഫോണിൽ വിളിച്ചു. എൻ്റെ കൈവശം ഇതിൻ്റെ മുഴുവൻ കോൾ റെക്കോർഡിംഗും ഉണ്ട്. ഈ കോളിൽ അവർ ഇത്തരത്തിൽ ഒരു നുണ പറഞ്ഞെന്ന് അയാൾ സമ്മതിച്ചു. വേണമെങ്കിൽ ആ നടിയെയും സംഗീതയെയും നേരിട്ട് വിളിച്ച് അത് ഒരു നുണയായിരുന്നു എന്ന് പറയുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾ ഇത്തരത്തിൽ എനിക്കെതിരെ നുണ പറഞ്ഞു നടക്കുന്നതിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് മനുവിനും ഭാര്യ നൈനയ്ക്കുമെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ ആ കോളിൽ മനുവിനോട് പറഞ്ഞിരുന്നു. ഈ കോളിന് ശേഷം അയാൾ എന്നോട് ക്ഷമാപണം നടത്തി അയച്ച ഒരു വാട്സപ്പ് സന്ദേശം എൻ്റെ കയ്യിലുണ്ട്. അതിൽ അയാൾ തെറ്റിന് ക്ഷമാപണം നടത്തുകയും അത് തിരുത്താൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ വോയിസ് നോട്ട് എൻ്റെ പക്കലുണ്ട്. ഈ സംഭവം നടന്ന് ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷം നിർഭാഗ്യവശാൽ മനു മരിച്ചു. ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചത്. ഞാൻ ചെയ്ത സിനിമ എത്ര മോശമായാലും അതിൻ്റെ പ്രൊമോഷന് ഉറപ്പായും സഹകരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് സംഭവിച്ചത്. ഞാൻ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു. സിനിമ ഇപ്പോൾ ആരൊക്കെയോ കൊണ്ട് അഭിനയിപ്പിച്ചു തീർത്ത് ഡബ്ബ് ചെയ്യിപ്പിച്ച് ശരിക്കും ഒരു കോമഡി പീസാക്കി മാറ്റിക്കഴിഞ്ഞു. ഞാൻ സമ്മതിച്ചിട്ടില്ലാത്ത എൻ്റെ അറിവില്ലാത്ത ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. സിനിമയുടെ യഥാർത്ഥ ക്യാമറമാൻ എന്നോട് പറഞ്ഞതും അടുത്തിടെ അദ്ദേഹം ഈ സിനിമ കാണാൻ ഇടയായെന്നും അതിൽ ഷൂട്ട് അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത നിരവധി ഷോട്ടുകൾ ഉണ്ടെന്നുമാണ്. ഈ സംവിധായകനും ഭാര്യയും എനിക്കെതിരെ മയക്കുമരുന്നിന് അടിമയാണെന്ന തരത്തിൽ കല്ലുവെച്ച് നുണ പ്രചരിപ്പിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും മാസങ്ങളോളം തീ തീറ്റിച്ചു. അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി മാത്രം ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞുണ്ടാക്കി. നൈന പത്രസമ്മേളനത്തിലും അഭിമുഖങ്ങളിലും പറഞ്ഞ ചില കാര്യങ്ങളോട് എൻ്റെ പ്രതികരണങ്ങൾ ഇവയാണ്. അഹാനയ്ക്കും മനുവിനും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാം നടന്നിട്ട് 3 വർഷം കഴിഞ്ഞു. അഹാനയ്ക്ക് ക്ഷമിക്കാനും മറക്കാനും കഴിയുമെങ്കിൽ വന്ന് പ്രൊമോഷനിൽ പങ്കെടുക്കുക. പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് നുണയാണ്. നിങ്ങളും മനുവും ഈ വിഷയത്തിൽ ഒരുപോലെ ഉൾപ്പെട്ടിരുന്നതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നന്നായി അറിയാമായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മറക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അതിന് കഴിയില്ല. കാരണം ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ അത് മറക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. രണ്ടാമത് ഞാൻ ഒരു മാനുഷിക പരിഗണനയും കാണിക്കുന്നില്ലെന്ന് നൈന പറഞ്ഞു. എൻ്റെ പ്രതികരണം ഇതാണ്. എനിക്ക് ഒരു മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ടാണ് 2023 സെപ്റ്റംബറിൽ സിനിമയിലെ ഒരു ഗാനം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അത് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തില്ല എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ മൗനം പാലിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് പ്രൊമോട്ട് ചെയ്യാത്തതിന് എന്നെ കുറേ പേർ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഒന്നും തുറന്നു പറയാതെ ആ കുറ്റപ്പെടുത്തലുകൾ എല്ലാം നേരിടുകയായിരുന്നു. എനിക്ക് മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ടാണ് മനുവും നിങ്ങളും എനിക്കെതിരെ ചെയ്തതിനെക്കുറിച്ച് എവിടെയും ഇതുവരെ വെളിപ്പെടുത്താതിരുന്നത്. അതേ മാനുഷിക പരിഗണന കൊണ്ട് മാത്രമാണ് സിനിമയുടെ ആദ്യ പത്രസമ്മേളനത്തിന് ശേഷം നിങ്ങൾ എനിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് തുറന്നു പറയാതെ ഇതുവരെ മിണ്ടാതിരുന്നത്. ആവർത്തിച്ചുള്ള നുണ പ്രചരണങ്ങളും വീഡിയോകളും വരുന്നത് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കണ്ടു മിണ്ടാതെ ഇരിക്കരുത് എന്ന് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്നത് ചെവിക്കൊള്ളണമെന്നും എനിക്ക് തോന്നിയത്. മനു മരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയായിരുന്നിട്ടും ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചു ആശ്വസിപ്പിച്ചു നിങ്ങളോട് വളരെ മാന്യമായി സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ ദിവസം പോലും നമ്മൾ ഈ മയക്കുമരുന്ന് കഥയെപ്പറ്റി ചർച്ച ചെയ്തെങ്കിലും നിങ്ങൾക്ക് സ്വയം ന്യായീകരിക്കാൻ പോലും പറയാൻ ഒന്നുമില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ മുന്നിൽ നിശബ്ദയായി നിന്നു. എന്നിട്ടും ഈ അഭിമുഖങ്ങളിൽ എനിക്കെതിരെ ഇത്തരത്തിൽ വാസ്തവവിരുദ്ധമായ കഥകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോർത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുന്നു. മൂന്നാമതായി, ആ സിനിമ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ചിത്രീകരിച്ചത് എന്ന നിങ്ങളുടെ കമന്റിനോട് എൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്.
ആയിരക്കണക്കിന് സിനിമാ സംവിധായകർ ഒരു നിർമ്മാതാവിനെ കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഈ സിനിമയുടെ പ്രാരംഭ ഷെഡ്യൂളുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പണത്തിന്റെയും സമയത്തിന്റെയും ദുരുപയോഗമായിരുന്നു. ഇത്തരം ദുരുപയോഗങ്ങൾ ഒരുപക്ഷെ ഷൂട്ടിങ്ങിന്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. നാലാമതായി, അഭിമുഖങ്ങളിൽ നൈന പറയുന്നത് പോലെ ഈ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ നിയമപരമായി എന്നെ ബാധ്യസ്ഥനാക്കുന്ന ഒരു കരാറിലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പണം ലഭിച്ചിട്ടുണ്ട്. സമ്മതിച്ച ഡേറ്റ് തീർന്നിട്ടും വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. എല്ലാ സിനിമകളിലും ചെയ്യുന്നത് പോലെ സാധാരണയായി അവർ എന്നെ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണ മനസ്സോടെ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യുമായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കരാറില്ലാതെ പോലും സിനിമയെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. കാര്യങ്ങൾ എനിക്ക് സഹിക്കാവുന്നതിനപ്പുറം കുഴപ്പത്തിലാക്കുകയും പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നടിക്കുകയും മറ്റുള്ളവരും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ അത് എല്ലാവർക്കും സാധിക്കില്ല. ഭർത്താവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാര്യയായി ആളുകളുടെ മുന്നിൽ നൈന അഭിനയിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ 2 വർഷം മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ആയിരുന്നെങ്കിൽ ഞാൻ അവരുടെ ഉദ്ദേശത്തെ സംശയിക്കില്ലായിരുന്നു. പക്ഷേ 2023 സെപ്റ്റംബർ 5 വാട്സാപ്പ് വഴി നൈനയുമായി ഞാൻ അവസാനമായി സംസാരിച്ചപ്പോൾ നൈന എനിക്കയച്ച ഒരു മെസ്സേജ് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം ഞാൻ അവരുമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ആ മെസ്സേജിൽ ഭർത്താവുമായിട്ടുള്ള അത്ര സുഖകരമല്ലാത്ത ബന്ധത്തെക്കുറിച്ചും ജീവിതത്തിൽ സമാധാനം ആവശ്യമുള്ളതിനാൽ ആഗ്രഹമില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും അവർ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഈ സിനിമ ഉൾപ്പെടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ആ മെസ്സേജിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് സാധൂകരിക്കുന്നതിനായി അത് പബ്ലിക്കായി ഇടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും അവർ എനിക്ക് അയച്ച മെസ്സേജ് ഒരു തെളിവായി എൻ്റെ പക്കലുണ്ട്. അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നത് എൻ്റെ വിഷയമല്ല. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരാൾക്ക് പെടുന്നതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം പബ്ലിക്കായി വന്ന് പറയുന്നത് ശുദ്ധമായ ഇരട്ടത്തപ്പാണ്. സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായി സഹതാപതരംഗം ലഭിക്കുന്നുള്ള ഒരു ആസൂത്രിത PR തന്ത്രമായിട്ടാണ് എനിക്ക് ഇതിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യണമെന്നും അത് പ്രൊമോട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അത് ചെയ്യുമ്പോൾ എന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ പാലിക്കേണ്ടിയിരുന്ന മാനുഷിക പരിഗണന മറന്നു. പകരം എന്നെ തെറ്റുകാരിയാക്കി ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. സിനിമയുടെ ചിത്രീകരണത്തിന് ഉടനീളം ഞാൻ പ്രൊഫഷണലും മാന്യമായി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എന്നും നിങ്ങൾ രണ്ടുപേരും എന്നോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമെന്നും ഉറപ്പുണ്ടായിരിക്കെ സിനിമ പരാജയപ്പെടുന്നതിന് കാരണം ഞാൻ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്ന നിലയിൽ എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത് തികച്ചും അന്യായവും വേദനാജനകവുമാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളൂ. നൈന, മനു, ഇതെല്ലാം പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ തുറന്നു പറയാൻ കാരണം നിങ്ങളാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. എന്നോട് ഇത്രയും ചെയ്ത് എൻ്റെ പേര് മോശമാക്കിയിട്ടും എനിക്ക് ഇപ്പോഴും അവരോടൊരു പകയുമില്ല. ഇതെല്ലാം നിവൃത്തിയില്ലാത്ത അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതായിരിക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് സിനിമയും മറ്റ് കലാസൃഷ്ടികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ സിനിമ വിജയിക്കട്ടെ എന്നും മനുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ എന്നും ഞാൻ എൻ്റെ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. സ്നേഹവും സമാധാനവും സത്യവും വിജയിക്കട്ടെ. അഹാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. 2023 ഫെബ്രുവരി 25 ജോസഫ് മനു ജെയിംസിന്റെ വിയോഗം. മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു മരണം. നാൻസി റാണി എന്ന മൂവി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മനുവിന്റെ അപ്രതീക്ഷിത വിയോഗം. ഐ ആം ക്യൂരിയസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച മനു മലയാളം, കന്നഡ, ഇംഗ്ലീഷ് സിനിമകളിലും സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു. മമ്മൂട്ടി ആരാധികയായ ഒരു സിനിമാ മോഹിയുടെ കഥ പറയുന്ന ചിത്രമാണ് നാൻസി റാണി. മനുവിന്റെ മരണശേഷം സിനിമയുടെ ചുമതല ഭാര്യ നൈന ഏറ്റെടുക്കുകയായിരുന്നു. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ അഹാന പങ്കെടുത്തിരുന്നില്ല.